ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നന്ദിനി, താനിവിടെ ഇരിക്ക്. കൊണ്ടുവന്നോ? കാണട്ടെ, 50 ലക്ഷം വിലയുള്ള ആളുകളെ ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത്തവണ ആരായിരുന്നു നിന്നെ തട്ടിക്കൊണ്ടുപോയത്? അല്ല, ഇതിപ്പോ ഒരുപാട് തവണ ആയല്ലോ. മുമ്പ് കൊണ്ടുപോയവർക്ക് പണം വേണ്ടായിരുന്നു, പക്ഷെ ഇത്തവണ തട്ടിക്കൊണ്ടുപോയവർക്ക് പണം വേണമായിരുന്നു. അല്ല, നിനക്ക് 50 ലക്ഷം രൂപ വിലയിട്ടത് നീ പറഞ്ഞിട്ടാണോ അതോ അവര് സ്വയം തീരുമാനിച്ചതോ? പത്മ, ഡാഡി എന്തിനാ മമ്മിയെ തടയുന്നേ? മമ്മി ചോദിക്കട്ടെ. മമ്മിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് പലർക്കും പല സംശയങ്ങളും ഉണ്ട്. ഓ, നന്ദിനി ഒരു അപകടം കഴിഞ്ഞ് വന്നിരിക്കുക. നന്ദിനിക്ക് ഭക്ഷണം കഴിക്കണം. തൽക്കാലം ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ നന്നായിരിക്കും. അളിയ, റോഡിൽ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് വന്നൊന്നുമല്ലല്ലോ. തട്ടിക്കൊണ്ടുപോകൽ നാടകമല്ലേ? തട്ടിക്കൊണ്ടുപോകൽ നാടകമോ? അതെ, അതിലെന്താ സംശയം? ഞങ്ങൾ റോഡിൽ കൂടി നടക്കുന്നതാണല്ലോ. ഞങ്ങളെന്നും ഇതുവരെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ലല്ലോ. 5 പൈസക്ക് ഗതിയില്ലാത്ത ഇവളെ ആരെങ്കിലും കൂടെ കൂടെ തട്ടിക്കൊണ്ടുപോകുന്നേ? തട്ടിക്കൊണ്ടുപോയ ഒരു പോലീസ് കസ്റ്റഡിയിലുണ്ട്. അവരെ ചോദ്യം ചെയ്ത് തീരുമ്പോ ആരാ അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചതെന്ന് നമുക്കറിയാം. അറിയില്ല, അക്കാര്യം ഒരിക്കലും പുറത്തറിയില്ല. ഒരിക്കലും പുറത്തറിയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യിച്ചത് ഈ വീട്ടിനകത്തുനിന്ന് ആരെങ്കിലും ആയിരിക്കും. വീടിനകത്ത് നിന്ന് ആരെങ്കിലും നീ വളച്ചു കെട്ടി പറയണ്ട. പറയുന്നത് എന്റെ നേർക്കാണല്ലോ. അല്ല, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? 50 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നതേ നിസ്സാരമൊന്നും അല്ല. നിനക്ക് കൈ നീട്ടിയ ആളുകളിൽ നിന്ന് കടം വാങ്ങാം, പക്ഷെ ആ കടമൊക്കെ വീട്ടുന്നതേ ഈ ഞാനാ. അല്ല, ഇത്തിരി കാലം മാത്രം ജോലിക്ക് വന്ന ഈ ജോലിക്കാരിക്ക് 50 ലക്ഷം രൂപ വിലയിടുമെങ്കിൽ നാളെ ഈ രാജുവിനെങ്ങാനും തട്ടിക്കൊണ്ടുപോയാ ഇതോ ഇതിന്റെ ഇരട്ടിയോ അതിന്റെ 4 ഇരട്ടിയോ കൊടുക്കേണ്ടി വരില്ലേ? പത്മ, പണം നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ താൻ സംസാരിക്കണ്ട. പണം നഷ്ടപ്പെട്ടിട്ടില്ല. തട്ടിക്കൊണ്ടുപോയവർക്ക് പണം കൊടുക്കാതെയാണ് സൂര്യനന്ദിനിയെ തിരിച്ചുകൊണ്ട് വന്നത്. ഓ, അച്ഛൻ എന്തിനാ അതൊക്കെ ഇവരോട് പറയുന്നേ? അതെ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം കിട്ടി. ആ വിഷയം അങ്ങ് ഏറ്റുപിടിക്കണം, പ്രശ്നം ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. എന്നാ എല്ലാവരും ഒന്ന് കേട്ടോ. നന്ദിനിയെ ഇനിയും ഇതുപോലെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി പണം ആവശ്യപ്പെട്ടാൽ ഞാൻ ഇതുപോലെ കൊടുക്കും. അവർ എനിക്കുള്ള സ്വത്തോ സമ്പാദ്യമോ മുഴുവൻ ആവശ്യപ്പെട്ടാലും അത് ഞാൻ കൊടുക്കും. കാരണം നന്ദിനി എനിക്ക് അത്രയും പ്രിയപ്പെട്ടവളാ. തൽക്കാലം നന്ദിനി തിരിച്ചു വന്നതുമായി ബന്ധപ്പെട്ടുള്ളത് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി എല്ലാവർക്കും പിരിഞ്ഞു പോവാം. അങ്ങനെ പിരിഞ്ഞു പോവാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ? മുമ്പത്തെ പോലെ അല്ല. എന്റെ കമ്പനിയുടെ സൈനിങ് പവർ പോലും ദേ ഇവളുടെ കയ്യിലിരിക്കുക. അതിന്റെ പേരില് മറ്റുള്ളവരുമായി ചേർന്ന് എന്തെങ്കിലും കരുതിക്കുട്ടി ചെയ്തതാണോന്ന് എനിക്ക് വ്യക്തമാവണം. പത്മ, ഇപ്പൊ താൻ ബോധപൂർവം പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത്രയും ശത്രുക്കളുള്ള ഒരു VIP യെ എന്റെ ഈ കുടുംബത്തിൽ താമസിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇവളിവിടെ. ഓ, നന്ദിനി ഇവിടെ നിന്ന് ഇറങ്ങണമായിരിക്കും. അതെ, എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഒരുപാട് സമയം പ്രാക്ടീസ് ചെയ്തതിന്റെ ഗുണം കാണാനുണ്ട്. നന്ദിനി ഒരു ബാധ്യതയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 പേർക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ബിക്കോസ് ഇത് എന്റെ പേരിലുള്ള വീടാ. നന്ദിനി എന്റെ ഭാര്യയാണെങ്കിൽ
ഇവള് ഇവിടെ തന്നെ താമസിക്കും. ഹ, അത് കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ഇപ്പോ ഈ നിമിഷം ഇവിടെ നിറങ്ങണം. തീരുമാനം എന്താണെന്ന് എന്നെ അറിയിച്ചാൽ മതി. താൻ എന്താണോ അത് കൈപ്പിടിച്ച് നോക്കിക്കുന്നത്? കൊടുക്കങ്ങോട്ട്. ശരി സർ. കൊടുക്ക്. തന്ത്രി കഴിക്കത്. സർ ഞാൻ പിന്നെ കഴിച്ചോളാം. തന്ത്രി, ഈ നിൽക്കുന്ന കൊള്ള സംഘത്തിന്റെ സംസാരം കേട്ടിട്ടാണെങ്കിൽ താൻ ഭക്ഷണം കഴിക്കാതിരിക്കണ്ട. താൻ അനുഭവിച്ച വിഷമങ്ങളൊന്നും ഇവർക്ക് ആർക്കും മനസ്സിലാവില്ല. ഒരാൾ ചോദിച്ചു കേട്ടില്ലേ, ഞങ്ങളെ ഒന്നും ഇതുവരെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഒരു ദിവസം സംഭവിക്കുമ്പോ ഇവർക്ക് മനസ്സിലാവും ജീവിതത്തിലെ പേടി എന്താണെന്ന്. താനിത് കഴിക്ക്. വേണ്ട സർ. തന്നോട് അവിടെ ഇരിക്കാനാ പറഞ്ഞത്. ഇരിക്കുമോളെ, കഴിക്കേ. ഞാൻ വാരിത്തരാം. അയ്യോ അതൊന്നും വേണ്ട സർ. ഞാൻ തരാന്ന്. കഴിക്കാനാ പറഞ്ഞ. കഴിക്ക്. കഴിക്ക്. കണ്ടില്ലേ ആന്റി, കിട്ടിയ അവസരം ഇവള് നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. ഇനിയിപ്പോ അളിയൻ ഇവളുടെ അടിമ തന്നെ. അമ്മയുടെ ഫൈറ്റർ ആവുന്നൊക്കെ നല്ലതാ, പക്ഷെ എന്റെ കൈയുടെ ചൂട് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതായിരിക്കും കേട്ടാ. തല്ലാനെനിക്ക് മടിയൊന്നുമില്ല, മനസ്സിലായ? തല്ലി തുടങ്ങിയ പിന്നെ ഇടം വല്ലം നോക്കൂല ഞാൻ. എല്ലാവരുടെ കാര്യത്തിൽ ഇത് തന്നെയാ. നേരേക്കും ജസ്റ്റ് മിസ്. എന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കഴിക്കണം. വൃത്തികെട്ട കാഴ്ചകളൊന്നും ഈ സമയത്ത് ഇവളുടെ കൺമുന്നിൽ ഉണ്ടാവരുത്. എടോ, താനതൊന്നും നോക്കണ്ട, അതാ കഴിക്കേ. ആ കഴിക്ക്.